വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് ഡേ. അപ്പൊ നമ്മൾ ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ ആണ്. നമ്മളെല്ലാവരും കൂടി ഇന്ന് കയക്കിങ്ങിന് പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷാപ്പിലൊക്കെ പോകാൻ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ എന്തോ ആവുന്നൊന്നും അറിയത്തില്ല. കയക്കിങ് 5:30 വരെ ഉള്ളൂ. നമ്മളിപ്പോ അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകും. അപ്പൊ വാ പോവാ. നോക്കൂ ഇങ്ങോട്ട്. ഇവന്റെ പൂടെ കൊണ്ട് ഇഷ്ടപ്പെട്ട എത്ര പിള്ളേർ പെമ്പിളെ നിനക്ക് സത്യം കേട്ടു. കൂടെ ഉള്ള ചേട്ടൻ കൊള്ളാം. എന്തൊക്കെയാ കവിഞ്ഞിട്ടേക്കുന്നത്. അങ്ങനെ നമ്മള് എത്താറായിരിക്കുന്നു. ഇനി 13 മിനിറ്റ് കൂടെ ഉള്ളൂ. 6.8 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. 5:10 എത്തുമെന്നുമാണ്. അതെ, നമ്മളപ്പം ഇതേപോലൊരു കായലിൽ തന്നെ ആയിരിക്കും കയാക്കിംഗ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന മുമ്പ് തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം ഇതാണ്. അങ്ങനെ നമ്മൾ ഫൈനലി സ്ഥലത്തെത്തി. പക്ഷെ എത്ര രൂപയാവുമെന്നാണ് ഇപ്പൊ സംശയം നമുക്ക്. കാരണം നമ്മൾ കഴിഞ്ഞ വർഷം വന്നപ്പോ നമുക്ക് 2 ബോട്ടിനും ഒരു സിംഗിൾ ബോട്ടിനും കൂടെ കണ്ട് 500 രൂപയ്ക്ക് കിട്ടി. പക്ഷെ ഈ തവണ നമ്മൾ വരുമ്പോ അവര് പറയുന്ന 1000 രൂപയാന്നാ. അതുകൊണ്ട് നമുക്കിനി എത്ര രൂപയാന്നൊക്കെ നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നോക്കാൻ. കയാക്കിങ്ങിന് പോവാൻ എക്സൈറ്റഡ് ആണോ? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ഒരു പ്രൈസിലെത്തി. നമുക്കപ്പം ഒരാൾക്ക് 150 രൂപ വെച്ചാണ് കിട്ടിയത്. അപ്പം 4 പേർക്ക് കൂടെ നമുക്ക് 600 രൂപയാണ്. അപ്പം നിങ്ങൾ വന്നാലും ഈ ഒരു റേറ്റ് വെച്ചൊക്കെ നോക്കുക. ചായ നമ്മളിങ്ങനെ ഓരോ കായലിൻ്റെ ഒക്കെ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഇറ്റ് ഫീൽസ് സോ ഡിഫറെൻറ്റ്. കാരണം നമ്മൾ എപ്പോഴും ഉള്ള ഒരു എൻവയോൺമെൻറ്റിലല്ല നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ യാ അപ്പോൾ നമ്മളങ്ങനെ കയാക്കിങ്ങിന് കയറിയിരിക്കുന്നു ഗൈസ്. അതെ, അപ്പോൾ ഇനി ഇത് ഒരു 1 മണിക്കൂർ കാണും. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വരെ പോവാം. നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവിടുന്ന് നമുക്ക് എത്ര വേണേലും മുമ്പോട്ട് പോവാം. പിന്നെ നമ്മൾ സമയമാകുമ്പോൾ തിരിച്ചു വരണമെന്നേ ഉള്ളൂ. എന്താ സൗന്ദര്യം! ഈ കാഴ്ച ഭംഗിയൊക്കെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കിട്ടുമോ? ഇനി ഓസ്ട്രേലിയ പോയിട്ട് വേറെ ഏത് രാജ്യമാണേലും അവിടെ ഒന്നും ഈ ഒരു നേച്ചർ വെച്ചിട്ടുള്ള കാഴ്ചയൊന്നും കിട്ടൂല. ഇരിക്കുന്ന 2 മന്ദബുദ്ധികൾ, ബുദ്ധിയില്ലാത്ത ജീവികൾ. AR ഓമൽ ദാണ്ട് പോന്നു. എനിക്ക് തുഴയാനൊന്നും അറിയത്തില്ല ഗൈസ്. അപ്പോ so this place is located in Kollam, which is called as Munro Island. I think it's one of the best spots you have to ever visit in Kerala maybe. Yay! This is one of the reasons where you can call Kerala as God's own country. And see the view, like it's so beautiful. Sunset looks so pretty. So this is one of the traditional way of boating in Kerala, where people used to travel from one destination to another. Trapai. അവര് മത്സരം തോറ്റിരിക്കുന്നു ഗായ്സ്. ദാ വരുന്നു, ഞങ്ങളെ ഇടിച്ചു താണ്ട് തെറിപ്പിക്കുന്നതാണ്. കോ ഡ്രൈവർ AR ഓമലും ഡ്രൈവർ ലക്ഷ്മിയും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു ഗായ്സ്. നമ്മളപ്പോ ഒരു കിടിലൻ സൺസെറ്റ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. പക്ഷെ നമുക്ക് ഷാപ്പിലെ കുറെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ ഫുഡും അത്ര കൊള്ളില്ലായിരുന്നു. പിന്നെ നമുക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഇത്രയും കഴിഞ്ഞ് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനെ നല്ല ടയേർഡും ആയിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ച് അടൂരെത്തി ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ബൈ ബൈ.